ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് എം ബി ബുക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ക്ലിയറൻസ് സെയിലാണ് കേട്ടോ. അതായത് ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന നമ്മളൊരു ഷെഡ് കുർത്തിയുടെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. നമ്മളിത് പോപ്കോൺ മെറ്റീരിയൽ വരും. നമ്മൾ ഇതൊരു 650 നമ്മളിതൊക്കെ ചെയ്തതാണ്. അപ്പോൾ നമ്മളിത് 550 നമ്മൾ കൊണ്ടുവന്നേക്കാണ് ഒരു ക്ലിയറൻസ് സെയിലിൽ. അപ്പോൾ 3 കളേഴ്സ് അതിൻ്റെ ഉണ്ട്. അത് കൂടാതെ കുറച്ച് ഫ്രോക്ക് വരുന്നുണ്ട് കേട്ടോ. 390 കുറച്ച് ഒരു പോപ്കോൺ തന്നെ ജോർജറ്റ് അല്ല, പോപ്കോൺ മെറ്റീരിയലുള്ള ഫ്രോക്കും വരുന്നുണ്ട്. നമുക്കത് കാണാം കേട്ടോ. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്തേക്കുന്നത് സെയിം തന്നെ 550 അപ്പോൾ 390 ഉണ്ട്. നമ്മളതൊക്കെ നോക്കി വേണം ഓരോന്നും ഓർഡർ ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ ഞാൻ ആദ്യം തന്നെ ഉള്ള സൈസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 3 കളേഴ്സിൻ്റെ അങ്ങ് പറഞ്ഞു പോമേ. ഒരു ടീൽ ബ്ലൂ കളർ കേട്ടോ, നല്ല രസമുള്ളൊരു കളറാണ്. ഇങ്ങനെ വരും കേട്ടോ. ഷെഡ് കുർത്തിയാണ്. ഷർട്ടിൻ്റെ കോളർ വരും, 3/4 സ്ലീവ് വരും. ഇതിന് ലൈനിങ് ഇല്ല, കാരണം ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. പോപ്കോൺ എന്ന് പറയുമ്പോൾ അറിയില്ല, കുറച്ച് കട്ടിയുള്ള ടിപ്പ്, ഒട്ടുമേ സീത്രൂ അല്ലാത്ത ഒരു ടിപ്പ് മെറ്റീരിയൽ. ഇത് കുറച്ച് സ്ട്രെച്ചബിൾ ആയിട്ടുള്ളത്. അതായത് നമ്മൾക്ക് കുറച്ച് കണ്ടില്ലേ, ഞാനിതിങ്ങനെ നോർമൽ രീതിയിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ കണ്ടോ, സ്ട്രെച്ച് ആകുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ. അങ്ങനെ നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് കിടക്കും. വെസ്റ്റേൺ മോഡലിൽ വെയർ ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ 550 മാത്രമുള്ള ഒരു ക്ലിയറൻസ് സെയിലാണ് കേട്ടോ. 550 രൂപ പോപ്കോൺ മെറ്റീരിയൽ. ഷർട്ടിൻ്റെ കോളറാണ് വരുന്നത്, 3/4 സ്ലീവ്. ഫ്രണ്ടിലായിട്ട് കട്ടിങ് കൊടുത്തിട്ട് ഇതേപോലെ വെച്ചാൽ ഫ്രണ്ട് ഓപ്പൺ അല്ല, ഇതുപോലെ ഷോ ബട്ടൺ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു, ഒരു പക്ഷേ വീഡിയോയിൽ കാണുന്നതിനും ഒരു ഷെയ്ഡ് ഡാർക്ക് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ. സൈസ് മീഡിയം, ലാർജ്, എക്സൽ, XXL ആണ്. അടുത്ത കളർ കാണാം. അടുത്തത് വരുന്നതും സെയിം തന്നെ ഷർട്ടിൻ്റെ കോളർ വരുന്ന ഒരു പാറ്റേൺ ആണ്. ഷർട്ട് കുർത്തിയാണ്, ഇങ്ങനെ വരും. ഇതിൻ്റെ എല്ലാ സൈസും ഉണ്ട് കേട്ടോ. നമ്മളിത് ഒരു ഓഫർ പോലെ, അതായത് ഒരു ക്ലിയറൻസ് സെയിലിൽ കൊണ്ടുവന്നതാണ്. കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ. നമ്പർ ഓഫ് പീസിൻ്റെ എണ്ണം കുറവാണ്. എല്ലാ സൈസും ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ലെങ്ത് 46 to 47 ഇഞ്ച്, നല്ല ലെങ്ത്. വെസ്റ്റേൺ ആയിട്ട് നമുക്ക് അത്യാവശ്യം ഇത് ടോപ്പ് മാത്രമായിട്ട് വെയർ ചെയ്യുന്ന മോഡൽ, അങ്ങനെയും വേണമെങ്കിൽ വെയർ ചെയ്യാം. അതെല്ലാം നമുക്ക് ആങ്കിൾ ലെങ്തിൻ്റെ കൂട്ടത്തിലോ ഒക്കെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പം ജീൻസിൻ്റെ കൂടെ വേണമെങ്കിലും വെയർ ചെയ്യാവുന്നതാണ്. വെസ്റ്റേൺ മോഡലാണ് കേട്ടോ. ഇങ്ങനെ വരും. ഏലൈനാണ്, സിറ്റഡ് അല്ല കേട്ടോ. ഫ്രണ്ടിൽ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് കേട്ടോ. നല്ല അത്യാവശ്യം വൈഡായിട്ടാണ് താഴത്തെ പോർഷൻ എടുക്കുന്നത്. ഇതൊരു ഒണിയൻ പിങ്കും ഒരു ലൈറ്റ് ഒരു ബ്രിക്ക് കൂടെ കയറി വരുന്നൊരു കളറാണ്. ഒണിയൻ പിങ്ക് എന്ന് തന്നെ പറയാൻ പറ്റും. നല്ല കളർ, ഇത് എല്ലാവർക്കും ചേരുന്നൊരു കളറാണ്. M2XX ആണ് സൈസ് വരുന്നത്. അടുത്തത് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ജെറ്റ് ബ്ലാക്ക് കേട്ടോ. നമുക്ക് വീഡിയോയിൽ കാണുമ്പോഴല്ലോ നല്ല ഡാർക്ക് കിട്ടും. നമ്മുടെ ഒരു ഡാർക്ക് ജെറ്റ് ബ്ലാക്കിൽ തന്നെ വരുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ലെങ്തും ഒക്കെ ഉണ്ട്. ഓക്കെ, സൈസ് മീഡിയം, ലാർജ്, XL, XXL ആണ്. പ്രൈസ് 550, 550 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. ഇതെല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഷർട്ടിൻ്റെ കോളറാണ് വരുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഫ്രോക്ക് പാറ്റേൺ. അപ്പം ഇതിന് നമുക്ക് എല്ലാ സൈസും ഉണ്ട്. ഇനി കാണിക്കാൻ പോകുന്നത് സൈസ് ഞാനിപ്പോൾ ഓരോന്നും ഈ ആദ്യം സ്മോൾ പറയും. സ്മോൾ എന്തോ ഒരു പീസും കണ്ടേ ഉള്ളൂ. ബാക്കിയുള്ളത് മീഡിയം, ലാർജ്, XL അങ്ങനെ പറഞ്ഞു പോവേ. ഇത് ഫസ്റ്റ് ഞാൻ ഈ കാണിക്കുന്ന സ്മോൾ സൈസാണ് കേട്ടോ. വൈറ്റിൽ ഒരു ഗ്രീൻ കളറിലെ ഒരു ലൈറ്റ് ഒരു ഗ്രീൻ ബ്ലൂ അങ്ങനത്തെ കളറിലെ ഫ്ലോറൽ ഡിസൈനാണ് പോയേക്കുന്നത്. ഇത് വിത്ത് ലൈനിങ് 390 മാത്രമേ ഉള്ളൂ. അടിയിൽ ഫ്രിൽസ് ആണ് വരുന്നത്. നല്ലൊരു ഓഫറാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ നിറയെ ഫ്രിൽസ് വെച്ചിട്ടുള്ളൊരു പാറ്റേൺ. 390, 390 ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. പഫ് സ്ലീവ് ആണ് വരുന്നത്. ഇലാസ്റ്റിക്കോട് കൂടിയാണ് കേട്ടോ. ഡോറീസ് ഉണ്ട് ഡിസൈൻ. ഇത് സ്മോൾ സൈസാണ്. സ്മോൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മീഡിയംകാർക്കും ഇത് സ്യൂട്ട് ആവും കേട്ടോ. ഇങ്ങനെ വരും. ലെങ്ത് 46 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. അടുത്തത് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് മീഡിയം സൈസാണ്. ഇപ്പം നമ്മൾ സ്മോൾ കണ്ടു. മീഡിയം എന്ന് പറയുമ്പോൾ ഇത് ലൈനിങ് ഉള്ളതാണ്. ഇതൊക്കെ നമ്മൾ ഈ കാണിക്കുന്നത് പോപ്കോൺ തന്നെ മെറ്റീരിയലാണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആയിട്ടുള്ള, ഇപ്പം ഞാൻ ഈ വെയർ ചെയ്തേക്കുന്നത് പോപ്കോൺ ആണ്. ഷെഡ് കുർത്തി ഇതും പോപ്കോൺ ആണ്. ഇതിൽ ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത്. ഒട്ടും ഈ വെയിറ്റ് ഇല്ലാത്ത ടൈപ്പ് മെറ്റീരിയലാണ് ഈ പോപ്കോൺ എന്ന് പറയുമ്പോൾ. ഇങ്ങനെ ഒരു ഫ്ലോറലിൽ നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു മറൂണിൽ കുറച്ച് നല്ല വലിയ ഫ്ലോറൽ ഡിസൈനാണ്. 390 മാത്രമേ ഉള്ളൂ. വിത്ത് ലൈനിങ് ആണ്. 38 മീഡിയം സൈസാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ മീഡിയം, ലാർജ്, XL, XXL സൈസ് അവൈലബിൾ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന എല്ലാം ലാർജ് സൈസാണ്. അപ്പോൾ മീഡിയം നമുക്ക് വളരെ കുറച്ച് പീസസിലേ ഉള്ളായിരുന്നു. 2 പാറ്റേൺ, അതായത് നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന ഷെഡ് കുർത്തിയും ഈ ഒരു ഫ്രോക്കിലും മാത്രമേ മീഡിയം വരുന്നുള്ളൂ കേട്ടോ. ഇത് ലാർജ് സൈസ്. തൊട്ട് മുമ്പ് കണ്ട സ്മോളിൻ്റെ തന്നെ ലാർജ് സൈസ്. വൈറ്റിൽ ഗ്രീൻ കളർ, ബ്ലൂ കളറിലേക്ക് ഒരു ഫ്ലോറലാണ്. പഫ് സ്ലീവ് ആണ് വരുന്നത് കേട്ടോ. നല്ലൊരു പാറ്റേൺ, നല്ല ലെങ്തും ഉണ്ട്. നല്ല താഴ്വശത്തും ഒരു ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. യോക്കിൻ്റെ നമ്മുടെ ഈ ഒരു ഏരിയ വേസ്റ്റ് ലൈൻ്റെ അവിടെയായിട്ടും നമുക്ക് ഫ്രിൽസ് പോയിട്ടുണ്ട് കേട്ടോ. ഡോറീസ് ഉണ്ട്. പഫ് സ്ലീവ് ആണ്, ഇലാസ്റ്റിക് ആണ് സ്ലീവിൻ്റെ അവിടെ വരുന്നത്. ഓക്കെ, ഇതിനും പ്രൈസ് 390 ലാർജ് സൈസ്. ഇനി പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാണ്. ഇതെല്ലാം പോപ്കോൺ മെറ്റീരിയലാണ്. ഇതിനൊക്കെ വിത്ത് ലൈനിങ് ഉണ്ട്. വൈറ്റിൽ ഒരു ടൈപ്പ് ഒരു ഡാർക്ക് മറൂൺ, ഒരു ചെറിയ ഗ്രേ പോലത്തെ ഒരു ലൈൻ പോലെയും ഇതിലെല്ലാം കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ആ ഒരു മോഡലാണ്. നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അടിവശത്ത് ഫ്രിൽസ്, അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഫ്ലെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് സ്ലീവ് വരും. ഇതൊക്കെ ഫ്രോക്കായി ഇടാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. ഇതെല്ലാം ലാർജ് സൈസാണ് ഇപ്പോൾ കാണിക്കുന്നത്. 390 മാത്രമേ ഉള്ളൂ. അടുത്തൊരു വെറൈറ്റി ഫ്ലോറിലാണ് കേട്ടോ. 390 രൂപ. നല്ല ഭംഗിയുള്ളൊരു പാറ്റേണാണ്. വെയർ ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഇരിക്കും കേട്ടോ. ഇങ്ങനെ വരും. കണ്ടില്ലേ, ഇതിൻ്റെ ഡിസൈൻ നമ്മൾ എപ്പോഴും കാണുന്ന ഡിസൈനിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. നല്ല റൗണ്ട് നെക്കാണ് ഇതെല്ലാം.
അടുത്തത് വരുന്നത് ബ്ലാക്കിൽ ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻ. ഇതെല്ലാം പോപ്കോൺ മെറ്റീരിയലാണ് വരുന്നത്. ഇങ്ങനെ വരും. ഓക്കെ, ഇലാസ്റ്റിക് ആണ് സ്ലീവ് വരുന്നത്. ഇത്രയും നമ്മൾ കാണിച്ചത് ലാർജ് സൈസ്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നതൊക്കെ എക്സൽ സൈസ് ആണ്. ഇപ്പോൾ ബ്ലാക്കിൽ നല്ലൊരു പീച്ച് പിങ്ക് ഫ്ലോറൽ ഡിസൈൻ വരും. ലീവ്സിന്റെ ഒക്കെ ഡിസൈൻ പോയിട്ടുണ്ട്. ഫ്രിൽസ്, അതായത് ഞുറിവ് പോയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരും. താഴെയായിട്ട് പ്ലെയിൻ ആയിട്ട് വരും, മുകളിൽ ഞുറിവാണ് വരുന്നത് കേട്ടോ. വീനക്ക് പോലെയാണ് ഇതിൽ വന്നേക്കുന്ന നെക്ക്. ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെ കേട്ടോ. വീനക്കാണ്. സൈസ് ഇത് എക്സൽ ആണ്. ഇനി കാണിക്കുന്നതൊക്കെ എക്സൽ സൈസ് ആവും കേട്ടോ. ബ്ലാക്കിൽ ഒരു പിങ്ക് പീച്ച് കളർ കോമ്പിനേഷൻ. അടുത്തത് സെയിം തന്നെ അതിന്റെ നേവി ബ്ലൂ കളറാണേ. ഇങ്ങനെ വരും. ഓക്കെ, ഫ്രോക്കാണ്. 390 അടിപൊളി ഒരു ഓഫറാണ്. ഇതൊക്കെ പോപ്കോണിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയ, സാധാരണ പോപ്കോണിൽ അങ്ങനെ ലൈനിങ് വരാറില്ല. ഈ ഫ്രോക്കിലെല്ലാം നമുക്ക് ലൈനിങ്ങോട് കൂടിയ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. 3/4 സ്ലീവ് ആണെന്നുള്ളതാണ്. പൊതുവെ ആദ്യം കാണിച്ചൊക്കെ പഫ് സ്ലീവ് ആണ്. അപ്പോൾ പഫ് സ്ലീവ് ഫ്രോക്ക് ഇടാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ 3/4 സ്ലീവ് നോക്കാം കേട്ടോ. ഇതൊക്കെ എക്സൽ സൈസ് ആണ്. ഇനി കാണിക്കാൻ പോകുന്നത് ഡബിൾ എക്സൽ ആണ്. തൊട്ട് മുമ്പ് കണ്ട സെയിം തന്നെ ബ്ലാക്കിന്റെ ഡബിൾ എക്സൽ വരുവേ. സെയിം തന്നെ ബ്ലാക്കിന്റെ ഡബിൾ എക്സൽ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടല്ലോ, അതിന്റെ തന്നെ ഡബിൾ എക്സൽ സൈസ് ഇങ്ങനെ വരും. അടുത്തത് നമ്മൾ ഈ കാണിക്കുന്ന മെറൂണാണ്. മെറൂൺ ഞാൻ തൊട്ട് മുമ്പ് കാണിച്ചിരുന്നു. നമ്മൾ സൈസ് എല്ലാം പറഞ്ഞിരുന്നു. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ 4 സൈസ് മെറൂണിലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ കാണിച്ചേക്കുന്ന ഈ ഒരു ഷെഡ് കുർത്തി പോപ്കോൺ, പിന്നെ ബാക്കി എല്ലാം പോപ്കോണിന്റെ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഈ ഒരു ക്ലിയറൻസ് സെയിലിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് കേട്ടോ. പോപ്കോണിന്റെ കുറേ ഫ്രോക്ക് നമ്മൾ 399ലും 390ക്കും, പോപ്കോണിന്റെ കുറേ ഫ്രോക്ക് നമ്മൾ 390ക്ക് ഒരു ക്ലിയറൻസ് സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ കൂടുതൽ നമ്മൾ ഈ ഷെഡ് കുർത്തിയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പാറ്റേൺ ആണ് കാണിക്കുന്നത്. 390യുടേതും 550യുടേതും ഒരു ക്ലിയറൻസ് സെയിലാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർക്ക് നിങ്ങൾക്ക് വേണ്ട കളർ സൈസോടെ സെൻഡ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോസ് ആദ്യമേ കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇട്ടതെങ്കിൽ മാത്രം നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് വീഡിയോ ഇടുന്ന സമയത്ത് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു പ്രൊഡക്റ്റ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക്